ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ, അതായത് 5/2/25 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേവയാനി ഇങ്ങനെ നയന ഛർദ്ദിക്കുന്നതും ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നതും പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെ സങ്കല്പിക്കുകയാണ് മുപ്പത്തിയേര്. അങ്ങനെ ആദർശ് റൂമിലിരിക്കും. ആദർശിൻ്റെ മുന്നിൽ വന്നിട്ട് ആദർശിൻ്റെ റൂമിലേക്ക് വന്നിട്ട് പറയും, നീ ഏത് നേരം ഈ കമ്പ്യൂട്ടറിൽ തന്നെ കയറി ഇരുന്നോ, നീ ഇവിടെ നടക്കണമെന്നൊന്നും അറിയുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ എന്താ അമ്മേ എന്ന് ചോദിക്കും. എടാ നിൻ്റെ ഭാര്യ ഗർഭിണിയാടാ, നീ ഒരു അച്ഛനാവാൻ പോവാടാ എന്നൊക്കെ പറയുമ്പോൾ ഇവനെ എന്ന് ചോദിക്കുമ്പോൾ ആടാ നീ ഒരു അച്ഛനാവാൻ പോവാടാ എന്നിങ്ങനെ പറയുമ്പോൾ അവങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ആഹ്ലാദിക്കുന്നതും അതാവുന്നതും വല്ലാത്തൊരു ഇത് കൊണ്ട് വേഗം ഡോക്ടറെ കൊണ്ട് കാണിച്ചാലും റിസൾട്ടൊന്നും മാറാൻ പോകണില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവരങ്ങനെ സങ്കല്പിക്കുന്നതാണ് കേട്ടോ. അവർ എന്നിട്ട് ഇങ്ങനെ ബെഡ്റൂമിലിരുന്ന് ഭയങ്കര ചിരി ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ദേവയാനി. ഭയങ്കര ചിരി, അതൊക്കെ അവരിങ്ങനെ സങ്കല്പിക്കുകയാണ്. കാരണം മരുമകൾ ഗർഭിണിയാവുന്നതും അതിൻ്റെ പിന്നെ വരുന്ന കാര്യങ്ങളൊക്കെ കൂടെ അങ്ങനെ പറഞ്ഞ് ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. ചിരിച്ചിരിക്കുമ്പോഴേക്കും ജയൻ അങ്ങോട്ട് കയറി വരും. ജയൻ വന്നിട്ട് ചോദിക്കും. ആദ്യം ജയൻ ഇങ്ങനെ വല്ലാണ്ട് അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കൂട്ടോ. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചിരിക്കും. കാരണം ദേവയാനി ഇത് ഭയങ്കര ഉറക്കി ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്കും സന്തോഷം തോന്നും. കാരണം കുറേ കാലമായിട്ട് അവളിങ്ങനെ മൂടി പിടിച്ചിങ്ങനെ നടക്കല്ലേ. അത് കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പോൾ എന്താടോ താൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നേ എന്ന് വയ്ക്കും. അപ്പോൾ ചിരിയൊക്കെ തുടങ്ങിയോ ഇവിടെ, ഇപ്പോൾ ഒക്കെ സന്തോഷമായി തുടങ്ങിയോ എന്ന് വയ്ക്കുമ്പോൾ ചിരിക്കുക. ഞാനും ചിരിച്ചിട്ടില്ല എന്നറിയും. ആര് പറഞ്ഞു ഞാൻ നന്നായി ചിരിച്ചിട്ടുണ്ടെന്ന് അറിയും. അതിൽ പറയുക, ചേട്ടന് തോന്നിയതൊന്നുമല്ല, താൻ എന്തിനാ ചിരിച്ചത്, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അത് നമ്മൾ പണ്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിന് മൂന്നാർ പോയിട്ട് ജയേട്ടൻ ഇങ്ങനെ തെന്നി വീണില്ലേ. അപ്പോൾ എന്നിട്ട് കുറേ പ്രാവശ്യം എഴുന്നേക്കും, പിന്നെയും വീഴും, പിന്നെയും എഴുന്നേക്കും, പിന്നെ അങ്ങനെ കുറേ പ്രാവശ്യം വീണില്ലേ, അത് ആലോചിച്ച് ചിരിച്ചതാണ്. താൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചിരിക്കണോ എന്ന് പറയും. അതൊരു കുറേ നാൾ അതുതന്നെയായിരുന്നല്ലോ നമ്മൾ പറഞ്ഞ് ചിരിച്ചിരുന്നത്. താനും വീണു, താൻ എന്നെ കൈ പിടിച്ച് വലിക്കാൻ നടത്തി, താനും എൻ്റെ ദേഹത്തേക്ക് വീണില്ലേ എന്നിങ്ങനെ പറയുകയാണേ. അവർ രണ്ടുപേരും കൂടെ ചിരിക്കുക. എന്തൊരു രസമല്ലേ അങ്ങനെ എന്നൊക്കെ എന്നറിയും. അപ്പോൾ പറയും, നമുക്കിനി അതുപോലെ ഒരു ട്രിപ്പ് പോകണം എല്ലാവരും കൂടെ എന്ന് പറയും. അപ്പോൾ പറയും, ഇപ്പോൾ പോയിരിക്കല്ലേ, മകനെയും മരുമകളെയും കൂടെ വിട്ടിരിക്കല്ലേ എന്ന് പറയും ദേവയാനി. താൻ തന്നെയല്ലേ പറഞ്ഞയച്ചത്. ഞാൻ തന്നെ പറഞ്ഞയച്ചത്, അവൻ സന്തോഷമായിട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞയച്ചതും എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, എന്തായാലും അവർ പോയിട്ട് വരട്ടെടോ എന്നറിയും. അല്ല, നമുക്കും പോകണം ഒരു ട്രിപ്പ്, അതുപോലെ പോകണം, പക്ഷെ എല്ലാവരും കൂട്ടിയിട്ട് പോകണം എന്നറിയും. അപ്പോൾ ആദർശിനെയും കൊണ്ടുപോകേണ്ടി വരും. ആദർശ് പോകുന്നുണ്ടെങ്കിൽ അവനാണിപ്പോൾ നമ്മളുടെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ നട്ടല്. അപ്പോൾ അവനെയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ എന്ന് വയ്ക്കുമ്പോൾ, അപ്പോൾ മാത്രമല്ല അവൻ പോരുകയാണെങ്കിൽ ദയനിയും വരില്ലേ എന്ന് വയ്ക്കും ജയൻ. അപ്പോൾ അതാണ് പിന്നെ അവരിപ്പോൾ ഇവിടുന്ന് പറഞ്ഞയച്ചത്. ഏത് നേരം അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചത് എന്നങ്ങനെ പറയും. അപ്പോൾ പറയും, ഒക്കെ താൻ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറയും. അങ്ങോട്ട് ഇപ്പോൾ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ നട്ടിൽ അവനായതുകൊണ്ട് അവനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാം. എന്തായാലും വരട്ടെ നോക്കാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ്, എന്തായാലും താനിങ്ങനെ ചിരിച്ചല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ സന്തോഷമാവും. അപ്പോൾ പിന്നെയും പുള്ളിക്കാരി ഇയാളായിട്ട് മക്കാറാക്കുന്നതാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ നയനെ കുറ്റം പറഞ്ഞാൽ ഇപ്പുറത്തൊന്നും ചിരിക്കുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇയാൾക്കൊരു ഡൗട്ട്, ഇതിപ്പോൾ എന്താ അത് കഥ. അങ്ങനെ അവർ തമ്മിലുള്ള നല്ല നല്ല സ്നേഹ സംഭാഷണങ്ങൾ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ. പിന്നെ കടുത്ത് നമ്മുടെ നയനയും ആദർശും കൂടെ, ആദർശ് ഇങ്ങനെ നയനയുടെ സ്നേഹമായിട്ട് ഇങ്ങനെ പിന്നാലെ പോയിട്ട് നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ അപ്പോൾ പറയുമ്പോൾ, നമുക്ക് പിന്നെ അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോകണ്ടേ, എന്താ അത് കഥ എന്നൊക്കെ അവളിങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അതിൽ പോകണം, അമ്മ പറഞ്ഞിരുന്നു അമ്പലങ്ങളിലൊക്കെ പോകണം എന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ കോൾ വരും. അപ്പോൾ അമ്മയുടെ കാര്യം പറയുമ്പോഴേക്കും അമ്മ വിളിക്കുന്നുണ്ടല്ലേ എന്നറിയും. അതെ എന്നറിയും. അപ്പോൾ എന്താ അമ്മയ്ക്ക്, നീ എന്താടാ ഇന്നലെ വിളിക്കാതിരുന്നത് എന്നറിയും. അപ്പോൾ അല്ലമ്മേ, അത് അങ്ങോട്ട് വിളിച്ചു, അപ്പോൾ കിട്ടിയില്ല, പിന്നെ വിളിച്ചില്ല. എനിക്കറിയാം, അല്ലെങ്കിൽ നീ പോയി കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ സ്വഭാവം അത് തന്നെയാണല്ലോ, വിളിക്കില്ല. നിനക്ക് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമായിരുന്നില്ലേ അറിയുമ്പോൾ സുഖമായിരുന്നു. ഇന്നലെയും വിളിച്ചില്ല, ഇന്ന് രാവിലെയായിട്ടും നീ വിളിച്ചില്ല അതൊക്കെ അങ്ങനെ പറയും. അതല്ലമ്മേ, പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റിട്ട് 8 മണിയായില്ലേ, ഇപ്പോൾ എഴുന്നേറ്റ് ഞങ്ങളിത് കുളിച്ച് ഫ്രഷായി ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോൾ അമ്പലങ്ങളുണ്ടോ അവിടെ അടുത്തെന്ന് പറയും. അറിയില്ലമ്മേ എന്ന് പറയും. അമ്പലം ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പോകണം, പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ചെയ്യണം എന്നൊക്കെ പറയും. പ്രാർത്ഥിക്കാം എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയും.
അപ്പോൾ എന്തായാലും എന്താണ് അവളോടും പറയാം, അവൾ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും വഴിപാടുകളൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുമെന്ന് വേണ്ട, അവൾ അവളുടെ കാര്യം നോക്കട്ടെ, അവൾക്ക് വേണ്ടി ചെയ്യാൻ എന്നൊക്കെ പറയും. പിന്നെ വലിയ കുന്നിൻ്റെ മുകളിലൊന്നും കയറാൻ പോകരുത്, കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ കുന്നിൻ്റെ മുകളിൽ കയറാഞ്ഞത് നിനക്ക് ശ്വാസം മുട്ടലുള്ളതല്ലേ, കുറേ ഉയരത്തിലൊക്കെ കയറുമ്പോൾ പിന്നെ തണുപ്പാകുമ്പോൾ ഓക്സിജന് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് കയറണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. ശരി ശരി ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യണം എന്നൊക്കെ പറയുകയാണേ. ആ ശരി എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയുന്ന വിളിച്ച് നോക്കും, റിസപ്ഷനിൽ വിളിച്ച് നോക്കും, നമുക്ക് അമ്പലങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാമെന്ന് പറയുമ്പോൾ പോവാ അമ്പലത്തിൽ പോയിട്ട് വരാം എന്നറിയും നയന. അപ്പോൾ പിന്നെ അവരുടേതായിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങളാണ് പിന്നെ. അപ്പോൾ ശരി എന്നാൽ ഞാൻ ചോദിച്ച് നോക്കുന്ന പോയിട്ട് വരാം, അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളെ അനി പാവം കുറേ കടലാസുകൾ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടാവും. മറിച്ച് നോക്കുമ്പോഴേക്കും അങ്ങോട്ട് വരും ചാടിത്തുള്ളിയും കൊണ്ട്. അതിൽ പറയും, എന്താണ് നീ ഏത് നേരം ഇതിൽ കുത്തിയിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പറയും, പിന്നെ അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യുക, ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ ഇല്ലാത്തതാണ്, അങ്ങോട്ട് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം, ഒന്നിനൊരു മുടക്കം വരുത്തരുത്, ഏട്ടൻ വരുമ്പോൾ കറക്റ്റായ കാര്യങ്ങളും കടലാസുകളൊക്കെ കൊടുക്കേണ്ടതാണ് എന്നൊക്കെ പറയും. അപ്പോൾ അവർ കണ്ടില്ല, ഏട്ടനും എടുത്തും കൂടി പിന്നെ ഹണിമൂണിന് പോയിരിക്കുക, കല്യാണം കഴിഞ്ഞത് നമ്മളതാണ്, പക്ഷെ നമ്മളിതുവരെ പുറത്തേക്ക് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും. അപ്പോൾ പറയും, എന്തിനാ പോണ്, ഇവിടെ ഇരുന്ന് പുറത്ത് പോയിട്ട് എന്തിനാ റൂം എടുത്ത് അടി കൂടുന്നത്, ഇവിടെ ഇരുന്നിട്ട് അടി കൂടിയാൽ പോരെ എന്നൊക്കെ പറയും. എനിക്ക് അങ്ങോട്ട് താല്പര്യമില്ല എന്ന് പറയും. അല്ലെങ്കിൽ നിനക്കൊന്നും താല്പര്യമില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഉറങ്ങും. അപ്പോൾ പറയും, നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ പാട് നോക്കി പോയിക്കോ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, നീ നിൻ്റെ പാട് നോക്കി പോയിക്കോ പറയുമ്പോൾ അങ്ങനെ ഞാൻ പോവില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ നിനക്ക് ആഗ്രഹം, എൻ്റെ പിന്നാലെ നീ എന്തിനാണ് നടന്നത്, എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നിട്ട് നീയല്ല എൻ്റെ പിന്നാലെ നടന്നിട്ട് ഇങ്ങോട്ട് വരണം, എന്താണ് ഇവിടേക്ക് അനന്തമൂർത്തിയുടെ മറ്റേ വീട്ടിലേക്ക് വരണം നീയല്ലേ ആഗ്രഹം പറഞ്ഞത്, എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ. അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിന്നെ ഇവിടുത്തെ മരുമകളാക്കണമെന്ന്, വലിയ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ മരുമകളാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, അല്ലാണ്ട് നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, പിന്നെ എന്താണ് നിനക്കിപ്പോഴും അവളെ തന്നെ കല്യാണം കഴിക്കണം എന്നല്ലേ ആഗ്രഹം, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കാര്യം അവളെ കഴുത്തിൽ വരണം എന്നല്ലേ എന്നൊക്കെ തട്ടി കയറുകയാണ്. അപ്പോൾ പറയും, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഒന്ന് ഞാൻ പറയും, നമ്മളിവിടുന്ന് അങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ ഇരിക്കുക എന്നൊക്കെ അങ്ങനെ പറയാം. നിനക്ക് താല്പര്യം നീ പോയിക്കോ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, ഈ ബെഡ്റൂമിൽ എങ്ങനെയാണെന്ന് നമുക്ക് രണ്ടൊക്കെ നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഇനിയിപ്പോൾ നിനക്ക് വല്ല ഇതും വേണമെങ്കിൽ, കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു നഷ്ടപരിഹാരം പോലെ എന്തെങ്കിലും തരണമെങ്കിൽ അത് തന്ന് നീ വേണമെങ്കിൽ ഇതിൻ്റെ വീട്ടിൽ പോയിക്കോ അറിയും. അപ്പോൾ ഞാൻ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അറിയാം, എന്നാൽ പിന്നെ നീ ഇവിടെ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് അവനങ്ങോട്ട് ദേഷ്യം പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവും. അവളിങ്ങനെ പല്ലും കടിച്ചിങ്ങനെ ഇതായിട്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് നമ്മളെ അബി നിന്ന് മുടിയൊക്കെ ചീക്കുമ്പോൾ നമ്മുടെ നവ്യ അങ്ങോട്ട് വരും. അല്ല 5ാം മാസം പരിപാടികൾ ചടങ്ങുണ്ടല്ലോ, അപ്പോൾ ആ ചടങ്ങ് നീ എനിക്കെന്താ തരണേ എന്ന് വയ്ക്കും. അപ്പോൾ അവൾ മനസ്സ് പറയും, നമുക്ക് ഞാനൊരു വാഴപ്പിണ്ടി എന്നിങ്ങനെ പറയും. അപ്പോൾ പറയും, എനിക്കറിയാം നീ ഇപ്പോൾ മനസ്സിൽ പറഞ്ഞ ഒലക്കയുടെ മൂടെന്നല്ലേ, ഒലക്കയുടെ മൂട് ഇപ്പോൾ ഏത് വീട്ടിലല്ലത് ഒലക്ക, എന്നാലല്ലേ മൂടുണ്ടാവുക, അതൊന്നല്ല എന്നറിയും. അല്ലെങ്കിൽ എന്താ നിനക്ക് തരുന്നത്, ഞാൻ അപ്പടിയാണ് ഇപ്പടി പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള സ്റ്റണ്ട്, വെറും സ്റ്റണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. അതിൽ പറയും, പിന്നെ ഇപ്പോൾ കണ്ടോ എന്തൊക്കെ പറഞ്ഞാലും ആദർശേട്ടൻ കണ്ടില്ലേ അവളെ നയനയും കൊണ്ട് പുറത്ത് പോയത്, അവളാണ് ഭാഗ്യം ചെയ്ത കുട്ടി എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം, അങ്ങനെ പറയും. അതെനിക്കറിയാം, എന്നൊരു കാര്യം ചെയ്യും, 5ാം മാസത്തിൽ വന്നിട്ട് ചടങ്ങിൻ്റെ അപ്പോൾ നീ എല്ലാവരോടും പറ, എന്നെ ഒഴിവാക്കണമെന്ന് ഇവിടെ എല്ലാവരോടും എന്നിട്ട് നീ എന്നെ ഒഴിവാക്കുക. പക്ഷെ ഒന്നുണ്ട്, എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിൻ്റേതാണ്, അതെല്ലാവർക്കും അറിയാം. ആ കുഞ്ഞിനെ പിന്നെ നീ നോക്കിയില്ലെങ്കിലും അവിടുന്ന് മുത്തശ്ശി എന്നെ നോക്കും, നല്ലൊരു മുത്തശ്ശി. എൻ്റെയൊക്കെ മുൻജന്മം കൊണ്ടാണ് ഈ വീട്ടിലേക്ക് തന്നെ അവരുടെ കൊച്ചുമോളായിട്ട് വരാൻ പറ്റിയത്, എൻ്റെ ഭാഗ്യം കൊണ്ടാണ്. പിന്നെ ഈ കുടുംബത്തെ ആരും എല്ലാഞ്ഞിട്ടും നിന്നെ ഇവിടെ അവർ നോക്കി വളർത്തിക്കൊണ്ടില്ല, നിൻ്റെ അമ്മേനെ ഒന്നും മനസ്സിലാക്കുന്നത് നീയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. കുറേ അബീനോട് പറയാം, എന്ത് പറഞ്ഞിട്ട് എന്താ ഈ പോത്തിൻ്റെ ചെവിയിൽ വീണ വായിക്കുന്നല്ലാതെ. അപ്പോൾ പറയും, പിന്നെ നിനക്ക് ഇത് മാത്രമേ ഉള്ളൂ ചിന്ത എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നവ്യൻ പറയും, നിനക്ക് പിന്നെ ഒരു കമ്പനി നിൻ്റെ പേരിൽ തന്നതല്ലേ ഒരു ഷോറൂം, എന്നിട്ട് നീ എന്താ കാണിച്ചത്, നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ അത് തിരിച്ചാക്കിയിട്ട് നിന്നെ വേറെ ഒരു എംപ്ലോയി ആക്കിയത്, എന്നാലും നിനക്ക് മാസം 19,000 രൂപ ശമ്പളം തരുന്നില്ലേ, അതെന്താ നീ കാണിക്കണേന്ന് പറയും.
എനിക്ക് എൻ്റേതായ ചിലവുകളുണ്ട്. എന്ത് ചിലവുകളൊക്കെ ഇവിടുന്നല്ലേ, പിന്നെ എന്താ നീ കാണിക്കണേ, അതോ നീ വേറെ വല്ലവർക്കും കൊണ്ട് കൊടുക്കുന്നുണ്ടോ, നിൻ്റെ സ്വഭാവത്തിൽ നീ അതും ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയും. അതൊക്കെ നീ എന്തിനാ അറിയേണ്ടത് അറിയും. പിന്നെ നിൻ്റെ കാശ് എന്താ കാണിക്കണ ചോദിക്കുമ്പോൾ അവൻ പറയും ഞാൻ കയറിക്കളയാന്ന്. നീ അതും ചെയ്യും, നിൻ്റെ ഇതിനപ്പുറം ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഊക്കനടി. അതിൽ പറയും എന്തായാലും പിന്നെ ഇനിയിപ്പോൾ എന്നെ നീ ഇവിടുന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനെയും എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇവിടെ വേണ്ടവരുണ്ട്. അവർ എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പിന്നെ ഇത് തരും, പണം തരും, എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാനുള്ള പണം തരും എന്നൊക്കെ ഇങ്ങനെ പറയാൻ. എന്നൊന്ന് പൊയ്ക്കൂടെ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവരുടെ സംഭാഷണങ്ങളാണ്, അടിയും പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇനി 5-ാം മാസം ആവട്ടെ, അങ്ങനെയുള്ള ഒരു ഇതിലെത്തും. പിന്നെ കാണുക നമ്മളുടെ അനിയാണ്. അനി കൂട്ടുകാരോട് പറയുകയാണ്, അവളെ ഇനിയിപ്പോൾ ടൂർ കൊണ്ടുപോകാഞ്ഞിട്ടാണ്, ഏട്ടനെ അടുത്തും കൂടെ പോയിട്ടുണ്ട് ഹണിമൂൺ ടൂർ, ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോകാഞ്ഞിട്ടാണ്. എന്തിനാണ് കൊണ്ടുപോകുന്നത് ഞാൻ, ഈ വീട്ടിൽ ഏത് നേരം നോക്കിയാലും അടിയാണ് ഞങ്ങൾ തമ്മിൽ, മനസ്സുകൊണ്ട് ഒരു പൊരുത്തില്ല. പിന്നെ ഞങ്ങൾ ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടുമില്ല. പിന്നെ ഞാൻ എന്തിനാടോ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് വീട്ടിൽ അടി കൂടുമ്പോൾ അവിടെ അടി കൂടാൻ വേണ്ടി പോണത്. അവളൊരിക്കലും എന്നെ സ്നേഹിച്ചില്ല, ഞങ്ങളെ പണത്തിനെയാണ് സ്നേഹിച്ചത്. അവിടെ പിന്നെ അനന്തപുരിയിലെ മറ്റേ കൊച്ചുമോൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. അങ്ങനെ കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാർ ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. അതിൽ പറഞ്ഞു നീ എന്താ നീ പറഞ്ഞിട്ട്, നീ ആകെ മാറിയിട്ടുണ്ടാവും എന്നാണല്ലോ ഞങ്ങൾ വിചാരിക്കുമ്പോൾ. എന്ത് മാറാൻ, മടുത്തോടോ എനിക്ക് അവളെയും കൊണ്ട്. ഒരു സ്വൈരം വീട്ടിലിരുന്ന് എനിക്ക് ഒരു സ്വൈരവും തരില്ല. വീട്ടിൽ വൈകുന്നേരങ്ങളിൽ തിരിച്ച് ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ആകെ മടുത്തു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികം ആവണേൻ്റെ മുന്നേ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് അതുവരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അനിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും നീ എന്താ നീ പറയുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ, അവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയും. മാറ്റിയെടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കുക, അതിനും പറ്റില്ല. അവളുടെ മാത്രം, അവൾ വിചാരിച്ച കാര്യങ്ങൾ മാത്രം നടക്കണം എന്നാലോചിച്ച് നടക്കുന്നൊരു പെണ്ണാണ് അവൾ. പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ പറയും. അത് കൂട്ടുകാർ പോയിട്ട് നമ്മൾ നന്ദുവിനോട് പറയുന്നുണ്ട്. നന്ദു അങ്ങനെ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നന്ദുവിന് ഇപ്പോഴും അനിയെ ഇഷ്ടമാണ്. അപ്പോൾ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ പോയി. എന്തായാലും നമ്മൾ വിചാരിച്ചു അത് സ്വപ്നം തന്നെ അറിയാമായിരുന്നു, എങ്കിലും രസമാണ് സംഭവം, എല്ലാം നന്നായി പോകുന്നൊരു നല്ല കഥയാണ്. ഇന്നത്തെ സ്റ്റോറിയും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നത്. ദേവയാനയുടെ ആ ഒരു പഴയ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുത്തപ്പോൾ തന്നെ കഥയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് സ്റ്റോറി, നല്ല കഥ, എല്ലാവരും ഇഷ്ടപ്പെടും. ഇപ്പോൾ പത്രമാറ്റ് കാണാൻ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, നല്ല കഥയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കാണുക. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഞാൻ പുതിയ 1-2 വീഡിയോസ് ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, കണ്ട് അതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് പറഞ്ഞ് ഷെയർ ചെയ്ത് ഓക്കെ. എല്ലാവരും ഞങ്ങളെ ഫുൾ സപ്പോർട്ട് തരണം കേട്ടോ. ഒരു ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്കും ജീവിക്കേണ്ടിടൂ. ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, വയ്യാത്ത കുട്ടി, കണ്ടിട്ടുണ്ടാവും കുറേ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ട്, അതിലുണ്ട്. അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ് ഞങ്ങൾ ജീവിക്കാനുള്ള ഒരു മത്സരം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നിങ്ങളാരും മിസ് ചെയ്യേണ്ട, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. ലോകസമസ്തവും സുഖിനോ ഭവന്തു. താങ്ക് യു.